എറണാകുളത്ത് എക്സൈസ് പെട്രോളിംഗിനിടെ ബാഗിൽ MDMA-യുമായി നിൽക്കുകയായിരുന്ന ജാർഖണ്ഡ് സ്വദേശിയായ യുവതി വലയിലായി. ബാനോ സ്വദേശി ദശ്മിനാഥിനെയാണ് എക്സൈസ് പിടികൂടിയത്. ദശ്മിനാഥിന്റെ കയ്യിൽ നിന്ന് 9.1 ഗ്രാം MDMA എക്സൈസ് പിടിച്ചെടുത്തു. വെള്ളിയാഴ്ച രാത്രി പാമ്പാടുകുട ചെണ്ടിക്കടം മാർ ഗ്രിഗോറിയസ് ചാപ്പലിന് സമീപമുള്ള ബസ് സ്റ്റോപ്പിലാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു യുവതിയെ കാണുന്നത്. പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസ് സംഘം ഇവരോട് കാര്യങ്ങൾ അന്വേഷിച്ചു. ജാർഖണ്ഡ് സ്വദേശിയുടെ മറുപടികളിൽ ചില പൊരുത്തക്കേടുകൾ തോന്നിയതോടെ ഉദ്യോഗസ്ഥർ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു. സംശയം ശക്തമായതോടെ ദശ്മിനാഥിന്റെ ബാഗ് പരിശോധനയിലേക്ക് എക്സൈസ് കടന്നു. സംശയം ശക്തമായതോടെയാണ് ദശ്മിനാഥിന്റെ ബാഗ് പരിശോധനയിലേക്ക് എക്സൈസ് കടന്നത്. ബാഗിനുള്ളിൽ നിന്ന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന സിന്തറ്റിക് ലഹരി മരുന്നാണ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. വണ്ടി കണ്ടപ്പോൾ തന്നെ ആള് കൂടുതൽ പരിഭ്രമിക്കുന്നതായിട്ട് തോന്നി. അപ്പം ബാഗിൽ എന്താണ്, കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗിൽ എന്താണെന്ന് ചോദിച്ചു. അതിലെന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും കുട്ടി കൂടുതൽ പരിഭ്രമിക്കുന്നതായിട്ട് തോന്നി. അപ്പോൾ ബാഗ് തുറക്കാൻ പറഞ്ഞു. ബാഗ് തുറന്നപ്പോൾ ബാഗിൻ്റെ ഉള്ളിൽ സിബിന് ഉള്ളിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ കണ്ടു. പുറത്തെടുക്കാൻ പറഞ്ഞു. പുറത്തെടുത്ത് കാണിച്ചപ്പോൾ അതിൽ വെളുത്ത പൊടി പോലെ എന്തോ കണ്ടു. ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞു. പിറവം എക്സൈസ് ഇൻസ്പെക്ടർ വി വിജയലക്ഷ്മിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ജാർഖണ്ഡ് ബാനോ സ്വദേശി ദശ്മിനാഥിനെ അറസ്റ്റ് ചെയ്തത്. നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കിയ ദശ്മിയെ റിമാൻഡ് ചെയ്തു. കണ്ടുകിട്ടിയ ഈ MDMA ഞങ്ങളുടെ വണ്ടിയിലുണ്ടായിരുന്ന ത്രാസിൽ തൂക്കി നോക്കിയതിൽ 9.1 ഗ്രാം ഉള്ളതായിട്ട് കണ്ടു. തുടർന്ന് ഇവരുടെ ദേഹപരിശോധന നടത്തേണ്ടത് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിറവം പോലീസ് ഇൻസ്പെക്ടറുടെ സാന്നിധ്യം ആവശ്യപ്പെട്ടു. അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം സ്ഥലത്തെത്തുകയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ ഈ ലേഡിയുടെ ദേഹപരിശോധന നടത്തിയതിൽ കൂടുതൽ ഒന്നും കണ്ടെത്താനില്ല. മറ്റു വ്യാജങ്ങളൊന്നും കണ്ടുകിട്ടിയില്ല. ദശ്മി ലഹരി വിൽപ്പന ശൃംഖലയിലെ കണ്ണിയാണോ എന്ന് എക്സൈസ് സംശയിക്കുന്നുണ്ട്. ലഹരിമരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ചും വിപണന ശൃംഖലയെക്കുറിച്ചും അന്വേഷണം ഊർജിതമാക്കിയതായി എക്സൈസ് അധികൃതർ അറിയിച്ചു. ന്യൂസ് മലയാളം, കൊച്ചി.